ഐസോമറിസം എന്താണെന്ന് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. എന്നാലും ഒന്നും കൂടി നമുക്ക് നോക്കിക്കാം. എന്താണ് ഐസോമറിസം? നോക്കൂ, ഇവിടെ സാറിന് കോമ്പൗണ്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇത് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം. കുടിക്കുക CH2OH. സത്യത്തിൽ അത് എഥനോളാണ്, കുടിക്കുന്നതാണ്. ഇത് CH3OCH3 ഈതർ എന്ന് പറയും. ഈതേഴ്സ് ആണ്. ഇത് ആൽക്കഹോൾ ആണ്, എഥനോൾ എന്ന് പറയും. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കി കാണുന്ന പ്രത്യേകത, എത്ര കാർബൺ എഴുതി നോക്കിയേ? 1 2 കാർബൺ. ഹൈഡ്രജൻ എത്ര ഉണ്ടെന്ന് നോക്കിയേ? 3 2 5 1 6 ഹൈഡ്രജൻ. ഓക്സിജൻ ഒരെണ്ണം. ഇനി ഈ കോമ്പൗണ്ടിലേക്ക് വരുമ്പോ 3 ഹൈഡ്രജൻ 3 + 3 6 ഹൈഡ്രജൻ, 2 കാർബൺ, 1 ഓക്സിജൻ. നോക്കി നിങ്ങൾ, ഇതും എന്താണ് പ്രത്യേകത? സെയിം ആണ്. ഇത് ആൽക്കഹോൾ ആണ്, ഇത് ഈതർ ആണ്. രണ്ടും രണ്ടാണ്, പക്ഷെ അതിന് മോളിക്കുലർ ഫോർമുല എന്താണ്? സെയിം. അങ്ങനെ വരുന്ന കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഐസോമറുകൾ. ഓക്കെ, ഇത് ആക്ച്വലി ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം ആണ്. ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, അങ്ങനെ ടൈപ്പ് ഓഫ് ഐസോമറിസം ഉണ്ട്. അതൊക്കെ നിങ്ങൾ പിന്നീട് പഠിക്കും. ഓക്കെ, അപ്പോ ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 വ്യത്യസ്ത ഡിഫറെന്റ് സ്ട്രക്ചർ ഉള്ള കോമ്പൗണ്ടുകൾ, പക്ഷെ അവരുടെ എന്താണ് മോളിക്കുലർ ഫോർമുല സെയിം ആണ്. അതായത് അവരിലുള്ള കാർബണിന്റെ എണ്ണവും, ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഹൈഡ്രജന്റെ എണ്ണവും, ഓക്സിജൻ ഉണ്ടെങ്കിൽ ഓക്സിജന്റെ എണ്ണവും സെയിം ആയി. അങ്ങനെയുള്ള കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോമേഴ്സ്. അത്തരം പ്രതിഭാസങ്ങൾ, ദ ഫെനോമെനോൺ ഈസ് നോൺ ആസ് ഐസോമറിസം. ഓക്കെ, അപ്പൊ എന്താണ് ഐസോമേഴ്സ്? സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ്. ഒരേ മോളിക്കുലർ ഫോർമുലയും വ്യത്യസ്ത ഘടനയും വ്യത്യസ്ത സ്ട്രക്ചറും ഉള്ള കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോമറുകൾ. ഓക്കെ ആണല്ലോ? ക്ലിയർ? Watch full video on my YouTube channel, Sunny Sir.